പവർവിഷൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഉൾക്കാഴ്ചയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം കാരുണ്യത്തിൻ്റെ മഹത്വം എന്നതാണ്. കാരുണ്യം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അതിൻ്റെ മഹത്വം എന്താണ്? ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിപ്പാൻ നമ്മുടെ കൂടെയുള്ളത് എഴുത്തുകാരനും ചിന്തകനുമായ ശ്രീ ജോൺ മുഴുത്തറ്റ. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, ഉൾക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരുണ്യം അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ മഹത്വം, ഈ വിഷയത്തെക്കുറിച്ചാണ്. കരുണ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ കാരുണ്യം. കാരുണ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊന്ന് പറയാം. കാരുണ്യം ഒരു വികാരമാണ്. നമ്മൾക്ക് മറ്റുള്ളവർ തോന്നുന്ന ഒരു ദയവായ്പാണ്. അപ്പം അത് എല്ലാവർക്കും തോന്നണമെന്നില്ല. ചെറുപ്പകാലത്തെ തൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഈ കാരുണ്യ മനോഭാവം ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ കാരുണ്യമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വളർന്നിട്ടുള്ള, കാരുണ്യം ലഭിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഈ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനുള്ള താല്പര്യം കാണും. അപ്പോൾ ഈ മനോഭാവത്തിന് വളരെയധികം മനഃശാസ്ത്രപരമായ മാനങ്ങളുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രസക്തിയോടെയാണ് വരുന്നത്. ഇന്ന് എവിടെ നോക്കിയാലും വളരെ സമ്പന്നരായ വ്യവസായികൾ പലരും കാരുണ്യ പ്രവർത്തികളിൽ മുഴുകിയിരിക്കുന്നതായിട്ട് കാണാം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ബിൽ ഗേറ്റ്സ്, ലോകത്തിലെ ഏറ്റവും ധനവാൻ എന്ന് പല പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട ബിൽ ഗേറ്റ്സ് ഇന്ന് തൻ്റെ സമ്പാദ്യത്തിൻ്റെ 4/3 ഭാഗവും ഈ കാരുണ്യ പ്രവർത്തികൾ നീക്കി വച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്നത്, അദ്ദേഹം വളരെ സമ്പന്നനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നിത്യകാലം ജീവിക്കണം, നിത്യയൗവനം നേടണം, ഏറ്റവും കൂടുതൽ ആനന്ദം കൈവരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായി. അദ്ദേഹം ഇടയ്ക്ക് മരുന്ന് കമ്പനികൾ വിലയ്ക്ക് വാങ്ങാൻ തുടങ്ങി. അത് ഇഷ്ടംപോലെ പണമുണ്ട്. അതിന് റിസർച്ച് നടത്താനായിട്ട് നിർദ്ദേശം കൊടുത്തു. അതായത് എങ്ങനെ യൗവനം നിലനിർത്താം, എങ്ങനെ ഹാപ്പിനെസ് എപ്പോഴും ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. അതിനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ, മരുന്നുകളുണ്ടോ എന്ന് അന്വേഷിക്കാനാണ്. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെയൊക്കെ അവസാനം അങ്ങനെ ഒരു മരുന്നൊന്നുമല്ല ഈ ഹാപ്പിനെസ് നൽകുന്നത് അല്ലെങ്കിൽ യൗവനം നൽകുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് അദ്ദേഹം റിയലൈസ് ചെയ്തത് പലരിൽ നിന്നുമാണ്, പലരുടെ അനുഭവങ്ങളിൽ പഠിച്ചിട്ടാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഹാപ്പിനെസ് സമ്പാദിക്കാൻ പണം സമ്പാദിക്കലല്ല മാർഗം, പണം സമ്പാദിച്ചുകൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാവണമെന്നില്ല, ആരോഗ്യവും യൗവനവും നിലനിർത്തണമെന്നില്ല. അതിനേക്കാൾ ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് നൽകാൻ, മറ്റുള്ളവർക്ക് സന്തുഷ്ടി നൽകാൻ ഈ പണം ചെലവഴിക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം തൻ്റെ സമ്പത്തിൻ്റെ 4/3 ഭാഗവും ഇതിനായിട്ട് മാറ്റിവെച്ച് ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എമൽഡ ബിൽ ഗേറ്റ്സും കൂടിയാണ് ഇപ്പോൾ നടത്തുന്നത്. അദ്ദേഹം മൈക്രോസോഫ്റ്റിൻ്റെ എല്ലാ മൈക്രോസോഫ്റ്റിൻ്റെ ഉടമയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഫോക്കസ്, അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ, ശ്രദ്ധ മുഴുവൻ ഈ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്കാണ്. ഇന്ത്യയിലും അദ്ദേഹം വന്നിരുന്നു. അങ്ങനെ ധാരാളം വ്യവസായികൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫോർഡ് ഫൗണ്ടേഷൻ നമ്മൾ കേൾക്കണമാണ്. ഫോർഡ് ഫൗണ്ടേഷനിൽ ഹെൻറി ഫോർഡ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും അദ്ദേഹം ചാരിറ്റബിൾ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പൈസ മാറ്റിവെക്കുകയും ഒരു ഫണ്ട് ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ വേറെ പല ആൾക്കാരും, വാറൻ ബഫറ്റ് അദ്ദേഹത്തിന് സ്വന്തം സംഘടന ഉണ്ടാക്കുന്ന പകരം ഈ ബിൽ ഗേറ്റ്സിൻ്റെ സംഘടനയിലേക്കാണ്, ഈ ഓർഗനൈസേഷനിലേക്കാണ് പൈസ മുഴുവൻ കൊടുക്കുന്നത്. അങ്ങനെ പല ആൾക്കാർ, ഇന്ത്യയിലും പല ആൾക്കാരും ഇങ്ങനെ ചാരിറ്റബിൾ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ ചാരിറ്റബിൾ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ചിലരൊക്കെ ചോദിച്ചേക്കാം. പണം ദുർവ്യയം ചെയ്യുമല്ലേ? പക്ഷേ ആ നടത്തുന്നവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആനന്ദം അനുഭവിക്കുന്നത്. മറ്റുള്ളവരുടെ ആനന്ദം നമ്മളിൽ കൂടെ, നമ്മൾ മൂലം മറ്റുള്ളവർ ആനന്ദിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പണത്തിന് മൂല്യമുണ്ടാകുന്നത്, നമുക്കും ആ സന്തോഷാവസ്ഥ അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ചാരിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കാരുണ്യമെന്ന് നമ്മുടെ മനസ്സിൽ കരുണ നമ്മുടെ മനസ്സിൽ ഉദയം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു വളർച്ചയുടെ പാതയിലേക്ക് വരികയാണ്.
നമ്മൾ ഉന്നതമായ ഒരു വളർച്ച നേടുകയാണ്, നമുക്കൊരു ആത്മാഭിമാനം ആത്മസംതൃപ്തി ഉണ്ടാവുകയാണ്, അതിലൂടെ നമ്മൾ സന്തുഷ്ടി കണ്ടെത്തുന്നു. അപ്പോൾ ഇത് കരുണ എന്ന് പറയുന്നത് വെറും ഒരു ലഭിക്കുന്ന ആളേക്കാൾ കൂടുതൽ, ആ കാരുണ്യ പ്രവൃത്തി കൊണ്ട് ഫലം ലഭിക്കുന്ന ആളേക്കാൾ കൂടുതൽ പ്രയോജനം ഈ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന ആളിനാണ് എന്ന് കണ്ടിട്ടുണ്ട്. സാർ, ഞാൻ ചോദിക്കട്ടെ, കാരുണ്യപരമായ ഒരു സൗജന്യം ലഭിക്കുന്ന ആളേക്കാൾ അത് കൊടുക്കുന്ന ആൾക്കാണ് സംതൃപ്തി കിട്ടുന്നതെന്ന് സാർ ഇപ്പോൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് നമ്മളൊന്ന് ചുറ്റും കണ്ണോടിച്ചാൽ ഒട്ടേറെ ചാരിറ്റബിൾ സംഘടനകൾ അതിൻ്റെതായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിലേറെ ആവശ്യക്കാരുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് തമ്മിൽ തുലനം ചെയ്യുമ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങളെക്കാൾ അധികം കാരുണ്യ പ്രവർത്തനങ്ങൾ ഇല്ലായ്മയാണ് പ്രകടമാകുന്നത്. എന്താണ് ഇത് ഉണ്ടാകാനുള്ള കാരണം? ഈ കാരുണ്യ പ്രവർത്തികൾ പല ആളുകളും ചെയ്യാൻ മടിക്കുന്നത് അവർ അതിൻ്റെ ഒരു പ്രയോജനത്തെപ്പറ്റിയോ അതിൻ്റെ മനഃശാസ്ത്രപരമായ നേട്ടങ്ങളെപ്പറ്റിയോ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അവരുടെയൊക്കെ ധാരണ ധാരാളം പണം സമ്പാദിക്കുകയും ധാരാളം സമ്പത്ത് നേടുകയും അതുപോലെ പ്രസിദ്ധി നേടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിച്ചു, ജീവിതത്തിൽ സന്തുഷ്ടി കൈവരിക്കാം എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ നേടിക്കഴിയുന്ന ആളുകൾ തന്നെ അതിൽ നിന്നൊന്നും സംതൃപ്തി ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുകയും ഇതിലേക്ക് തിരിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോജനം, മനഃശാസ്ത്രപരമായ ഒരു പ്രയോജനം കൂടി ആളുകളെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളും ഇതിലേക്ക് തിരിയുമെന്നുള്ളതാണ്. ഇതിന് അമേരിക്കയിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഇടയായ ഒരു സംഭവം ഞാൻ പറയാം. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി നടക്കാൻ പോവുകയാണ്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന ആളാണ്, സമ്പന്നനാണ്, ധാരാളം ബാങ്ക് ബാലൻസ് ഉണ്ട്. അപ്പം നടന്നു പോയി കഴിയുമ്പോൾ ഒരു യാചകൻ വഴിവക്കത്തിരുന്ന് എന്തെങ്കിലും തരണയെന്ന് യാചിക്കുകയുണ്ടായി. അദ്ദേഹം പോക്കറ്റിൽ കൈയിട്ട് ഒരു നോട്ടെടുത്ത് കൊടുത്തു. അത് നോട്ടെടുത്ത് അദ്ദേഹം, ഞാൻ എത്ര നോട്ടാണ് കൊടുത്തതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, നോട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ കുറച്ച് മാറിക്കഴിഞ്ഞപ്പം യാചകൻ എഴുന്നേറ്റ് നിന്ന് വളരെ ഭവ്യതയോടുകൂടി സാറിന് തെറ്റിപ്പോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇത് 1000 രൂപ നോട്ടാണ് സാർ എന്ന് പറഞ്ഞു. അപ്പം ഞാനും ഞെട്ടിപ്പോയി. 1000 രൂപ അയാൾ തെറ്റിപ്പോയി കൊടുത്തതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം അദ്ദേഹം പറയുകയാണ്, ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നതാണ് നിങ്ങൾക്ക്. അപ്പം ഞാൻ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് 1000 രൂപ കൊടുക്കാൻ കാരണം, പ്രചോദനം? അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നസ് ഫൗണ്ടേഷൻ എന്ന ഒരു ഫൗണ്ടേഷൻ്റെ മെമ്പർ കൂടിയാണ്. അത് വല്ലപ്പോഴുമെങ്കിലും ആ ഫൗണ്ടേഷൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും നമുക്ക് കാരുണ്യം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്കില്ല. അതേസമയം വല്ലപ്പോഴുമെങ്കിലും റാൻഡമായിട്ട് ഇങ്ങനെ ഒരു സാധാരണ കവിഞ്ഞ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്ത് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ 1000 രൂപ അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ ഈ 1000 രൂപ അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹത്തിൻ്റെ പാത്രത്തിൽ 1000 രൂപ ചെന്നപ്പോൾ അതിന് ഭയങ്കരമായ വിലയുണ്ടായി. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത സന്തോഷം ഉണ്ടാക്കാൻ ഈ 1000 രൂപയ്ക്ക് കഴിഞ്ഞു. അതേസമയം ഈ 1000 രൂപ എൻ്റെ പോക്കറ്റിൽ കിടന്നാൽ അതിന് എന്ത് വിലയുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ എന്ന് പറയുന്നത് നിസ്സാരമായ തുകയാണ്. അതേസമയം ഈ 1000 രൂപ ആ യാചകൻ്റെ പാത്രത്തിൽ ചെന്നപ്പോൾ, യാചകൻ്റെ കയ്യിൽ വന്നപ്പോൾ, അത് ഇതുവരെ ഉണ്ടാകാത്ത ആനന്ദവും ആഹ്ലാദവും സന്തോഷവും അങ്ങനെ ഉണ്ടാക്കാൻ ഈ 1000 രൂപയ്ക്ക് കഴിഞ്ഞു. ഇപ്പോഴല്ലേ ഈ 1000 രൂപ നോട്ടിന് വിലയുണ്ടായത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. വളരെ കൃത്യമായ ഒരു ഉത്തരമായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നസ് ഫൗണ്ടേഷൻ ഇങ്ങനെ കൈൻഡ്നസ് അല്ലെങ്കിൽ ചാരിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി, വ്യാപിപ്പിക്കാൻ വേണ്ടി സ്ഥാപിതമായ ഒരു സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംഗതി കൂടി പറഞ്ഞു. അദ്ദേഹം ഇതുമായിട്ട് ഫെമിലിയറാകാൻ കാരണം, ഒരിക്കലും അദ്ദേഹം ഒരു വലിയ ഹൈവേയിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. ഹൈവേയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ സ്പീഡുള്ള ഹൈവേയിൽ വേഗം എത്താൻ വേണ്ടിയിട്ട് അതിലാണ് സെലക്ട് ചെയ്തത്. അവിടെ ടോൾ കൊടുക്കണം, എങ്കിൽ മാത്രമേ കൂടുതൽ വേഗത്തിൽ പോകുന്ന അതിൽ കൂടി സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം ടോൾ കൊടുക്കാനായിട്ട് ധൃതി ഉള്ളതുകൊണ്ട് വേഗം പോക്കറ്റിൽ കയറ്റി പൈസ എടുത്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ പറയുന്നു, നിങ്ങളുടെ ടോൾ തരണ്ട, ഇത് പുറകെ വരുന്ന 10 പേരുടെ ടോൾ കൊടുത്തിട്ടാണ് മുമ്പിൽ പോയ ആൾ പോയത്. ഒരു സ്ലിപ്പും കൊടുത്തു, റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നസ് ഫൗണ്ടേഷൻ ഡു ദിസ് കൈൻഡ് ഓഫ് ആക്ട് ടു അതേഴ്സ് ഓൾസോ. അതായത് റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നസ് ഫൗണ്ടേഷനാണ് ഇതുപോലുള്ള കാരുണ്യ പ്രവൃത്തികൾ മറ്റുള്ളവർക്കും ചെയ്യുക. ശരിക്ക് ആ പ്രവൃത്തി അയാൾക്ക് വേഗം പോകാനുള്ളതുകൊണ്ട് അത്രയും സമയം ലാഭിച്ചു. ആ പ്രവൃത്തി അയാളെ ആകർഷിച്ചു. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള കാരുണ്യ പ്രവൃത്തികൾ അയാൾ ചെയ്യാൻ തുടങ്ങിയതും ഇതിൽ മെമ്പറായതും റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നസ് ഫൗണ്ടേഷൻ. അത് വളരെ അർത്ഥപൂർണമായ ഒരു ചിന്താഗതിയായിട്ട് എനിക്ക് തോന്നുന്നത്. സാർ പറഞ്ഞത് കാരുണ്യ പ്രവൃത്തികൾ വളരെ നല്ലത് തന്നെയാണ്. കാരുണ്യ പ്രവൃത്തികളുടെ ശരിക്കുമുള്ളൊരു മനഃശാസ്ത്ര വശം എന്താണെന്നൊന്ന് വിവരിക്കാം. അതായത് നമ്മൾ ഉപരിപ്ലവമായി കാണുന്നതിനേക്കാൾ വലിയ അഗാധമായ ഒരു മനഃശാസ്ത്രവശം, ഒരു ഫിലോസോഫിക്കൽ ഡയമെൻഷൻ അതിനുണ്ട് എന്നുള്ളതാണ്. കാരണം
നമ്മൾ ഒരു ആവശ്യക്കാരന് ഒരു നമ്മൾ സഹായം ഉദ്ദേശിച്ച് വരുന്നയാളിന് ഒരു സഹായം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ സഹായം നമ്മൾ കൊടുക്കാൻ തയ്യാറാവുമ്പോൾ നമുക്ക് ധന്യത അനുഭവിക്കാൻ കഴിയുന്നു. കാരണം ഞാൻ ഒരു പാവപ്പെട്ടവനൊരു സഹായം ചെയ്യുമ്പോൾ നാം ഉള്ളതുകൊണ്ടാണല്ലോ കൊടുക്കുന്നത്. പലപ്പോഴും സഹായം ചെയ്യാൻ ഇല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മനോഭാവം എന്തായിരിക്കും? എനിക്കില്ല, അതുകൊണ്ട് ഇനിയും എനിക്ക് വേണമെന്നാണ്. അതേസമയം അത് വാസ്തവത്തിൽ അങ്ങനെ സ്കേഴ്സിറ്റി ഫീലിംഗ് ആണ്, അതായത് ദാരിദ്ര്യാവസ്ഥയാണ്. എനിക്കില്ല എന്നുള്ള മനോഭാവം യഥാർത്ഥത്തിൽ അയാൾ ദാരിദ്ര്യാവസ്ഥ അനുഭവിക്കുകയാണ്. പക്ഷേ സമ്പത്തുണ്ട് എങ്കിലും അയാൾ ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. അതേസമയം ഈ പൈസ കൊടുക്കാൻ തയ്യാറാവുന്ന, സഹായം കൊടുക്കാൻ തയ്യാറാവുന്ന ആൾ എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു, അത് ആവശ്യക്കാരന് ഉപകരിക്കട്ടെ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ധന്യതയാണ് അവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ധന്യത അനുഭവിക്കാൻ കഴിയുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവൻ്റെ സെൽഫ് എസ്റ്റീം, അതായത് സ്വയം അവനെപ്പറ്റിയുള്ള അഭിമാന ബോധം വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട. അതുപോലെ നമുക്ക് മറ്റുള്ളവരോട് കാരുണ്യം മനസ്സിൽ തോന്നുമ്പോൾ തീർച്ചയായിട്ടും ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിലുണ്ടാകും, രാസപ്രവർത്തനം ഉണ്ടാകുന്നു. കാരുണ്യത്തിൻ്റെ രസതന്ത്രം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരോട് കരുണ തോന്നുമ്പോൾ, ദയ തോന്നുമ്പോൾ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹം തോന്നുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉണ്ടാകുന്നു, ഓക്സിറ്റോസിനൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് സന്തോഷാവസ്ഥ നൽകുന്ന, നമുക്ക് സന്തുഷ്ടി നൽകുന്ന, ആഹ്ലാദം നൽകുന്ന ഒരു ഹോർമോണാണ്. അത് ബ്രെയിനിൽ പ്രവർത്തിച്ച് നമുക്ക് ഒരു സന്തുഷ്ടിയുടെ അന്തരീക്ഷം, സന്തുഷ്ടിയുടെ അനുഭവം നമുക്കുണ്ടാക്കി തരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തെ സന്തുഷ്ടമാക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് കാരുണ്യ പ്രവൃത്തി. അതുപോലെ സാമൂഹ്യമായ ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പര സഹായത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ സംതൃപ്തി, നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചു കഴിയുമ്പോൾ നമ്മളൊരു സാമൂഹ്യ ജീവിയാണെന്നും നമ്മൾ മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധമാണ്, അയാളുമായിട്ട് നല്ലൊരു റിലേഷൻ തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ നമ്മളൊരു ധന്യത അനുഭവിക്കാൻ കഴിയുന്ന നിമിഷമാണ് നമ്മൾ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത്. നമുക്ക് കാരുണ്യ ഭാവം ഉണ്ടാകുമ്പോൾ അതിനോടനുബന്ധമായി നമുക്ക് സന്തോഷവും ആനന്ദവും നമുക്ക് ലഭ്യമാകുന്നു. സാർ, ഈ വ്യക്തിബന്ധങ്ങളിൽ ഊഷ്മളത കൈവരുത്തുവാനായിട്ട് ഇത്തരം കാരുണ്യ സ്വഭാവമല്ല, കാരുണ്യ പ്രവൃത്തികൾക്ക് നല്ലൊരു പങ്ക് വഹിക്കാനില്ലേ? തീർച്ചയായിട്ടും വ്യക്തിബന്ധങ്ങളിൽ അത് വളരെയധികം പ്രയോജനം ചെയ്യാറുണ്ട്. വ്യക്തിബന്ധങ്ങളെ ഊഷ്മളമാക്കാൻ അത് സഹായിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് അയൽവാസിയായ ഒരു പാവപ്പെട്ട വ്യക്തി ഒരാളെ നിങ്ങളെ സമീപിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് പൈസയുണ്ട്, അദ്ദേഹത്തിന് ആശുപത്രിയിൽ ഓപ്പറേഷൻ വേണ്ടിയിട്ട്, ഒരു കുട്ടിയുടെ ഓപ്പറേഷൻ വേണ്ടിയിട്ടാണ് പൈസ ചോദിക്കുന്നത്. നിങ്ങൾ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള സന്ദേഹത്തിൽ അത് കൊടുക്കാതിരിക്കുന്നു. അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ നടക്കാതിരിക്കുന്നു, ആ കുട്ടി ചിലപ്പോൾ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പിന്നീട് നിങ്ങൾക്കൊരു കുറ്റബോധം ഉണ്ടായേക്കാം. പിന്നീട് ആ സഹായം അഭ്യർത്ഥിച്ച ആൾ എന്നാലും ഈ മനുഷ്യൻ ഇങ്ങനെയാണല്ലോ എന്ന് സഹായിച്ചിരുന്നെങ്കിൽ എൻ്റെ കുട്ടി രക്ഷപ്പെടുമായിരുന്നു എന്ന് ആശ്വസിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം പിന്നെ സുഖമായി നടക്കത്തില്ല. എന്നാൽ അതേസമയം നിങ്ങൾ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയമൊന്നും കൂടാതെ, തിരിച്ചു കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഈ സമയത്ത് ഞാൻ സഹായിക്കേണ്ടതാണ്, ആ കുട്ടി രക്ഷപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശത്തോട് സഹായം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നന്ദി ആ വ്യക്തിയിൽ എപ്പോഴും കാണും, ആ കുട്ടിയിൽ കാണും. അതുപോലെ നമുക്കും ആത്മസംതൃപ്തി ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ആ സഹായം ലഭിച്ചയാളിനും സഹായം കൊടുത്തയാളിനും പ്രയോജനം ഉണ്ടാകുന്നു. അപ്പോൾ ആത്മസംതൃപ്തി ഉള്ളതുകൊണ്ട് നമുക്ക് ആളോട് കൂടുതൽ അടുപ്പം തോന്നുന്നു. ഞാൻ മൂലമാണല്ലോ കുട്ടി രക്ഷപ്പെട്ടത് എന്നുള്ള ഒരു ധാരണ നമ്മൾ പുലർത്തുന്നു. അതുപോലെ അവർക്കും എപ്പോഴും ആ നന്ദി പ്രകടിപ്പിക്കേണ്ടി വരുന്നു. അപ്പോൾ ആ ബന്ധം കൂടുതൽ ഊഷ്മളവും സുദൃഢവുമായി തീരുന്നു. ഇങ്ങനെ പല തരത്തിൽ സഹായം ലഭിക്കുന്നയാളും സഹായം കൊടുത്തയാളും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, ഇത് കാണുന്ന ആളുകൾക്ക് നിങ്ങളെപ്പറ്റി അഭിമാനബോധം തോന്നുന്നു. എങ്കിലും ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്ന ഒരു വലിയ മനസ്സമ്മതമുള്ള ആളാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത കാലത്ത് വീഗാർഡിൻ്റെ ചിറ്റലി കൊച്ചൗസേപ്പ് അദ്ദേഹത്തിൻ്റെ വൃക്കദാനം ചെയ്തു. ആ വൃക്കദാനം ചെയ്തപ്പോൾ അദ്ദേഹം പലരും കളിയാക്കി. കാരണം പറഞ്ഞാൽ അദ്ദേഹത്തിന് പേരെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും വൃക്കദാനം ചെയ്തതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം കാരുണ്യം തോന്നി ചെയ്തതാണ് എന്നൊക്കെ അദ്ദേഹം പിന്നെ ഇൻ്റർവ്യൂവിലൊക്കെ പറയുകയുണ്ടായി. ഏതായാലും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് വിശ്വാസ്യത വർദ്ധിക്കുകയും അദ്ദേഹം തുടങ്ങുന്ന സംരംഭങ്ങളിൽ എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. നല്ല മറ്റുള്ളവരൊക്കെ അദ്ദേഹത്തോട് മതിപ്പും ബഹുമാനവും വർദ്ധിച്ചു. അപ്പോൾ അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളോട് സമൂഹം വളരെ നല്ല അഭിമാനബോധത്തോടു കൂടിയാണ് അവരെ വീക്ഷിക്കുന്നതും അവരെ വലിയൊരു മനസ്സിൻ്റെ ഉടമ എന്നുള്ള രീതിയിലാണ് നമ്മൾ വീക്ഷിക്കുന്നതും. അപ്പോൾ സമൂഹത്തിലൊരു ഉന്നത സ്ഥാനം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഇത് ഉപകരിക്കുന്നു. അല്ലാതെ സമ്പത്തും പദവിയും അതൊക്കെ ദുരുപയോഗം ചെയ്ത് ഉണ്ടാക്കിയതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു അപഹാസ്യത ആയി തീരുകയാണ് ചെയ്യുന്നത്. അതേസമയം
ഇങ്ങനെ ഉള്ള രീതിയിലൂടെ വലുതാകുകയും ജീവിതത്തിൽ സന്തുഷ്ടി അനുഭവിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഉൾക്കാഴ്ചയിൽ ഒരു ചെറിയ ഇടവേള. ഉൾക്കാഴ്ചയിലേക്ക് വീണ്ടും മടങ്ങി വരാം. സർ, ഈ കാരുണ്യ പ്രവൃത്തികൾ അല്ലെങ്കിൽ ദയവായ്പോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്ക് നമ്മുടെ മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കാൻ കഴിയുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഈ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രാസമാറ്റങ്ങൾ, ഇതൊക്കെ നമുക്ക് സംഘർഷം അകറ്റുന്നതിനും സന്തോഷാവസ്ഥ നൽകുന്നതിനും വളരെ സഹായകരമാണെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. അതായത് ഞാൻ ഇങ്ങനെ ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ ഈ ചാരിറ്റി പ്രവർത്തികളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൽ പങ്കെടുത്ത ഒരു ആളുടെ അനുഭവമാണ്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം ഷെയർ ചെയ്യുകയുണ്ടായി. അദ്ദേഹം ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വന്നു. അദ്ദേഹം പല ഷെയർ മാർക്കറ്റിലൊക്കെ കളിച്ചിട്ടാണെന്ന് തോന്നുന്നു സാമ്പത്തികമായിട്ട് പ്രതിസന്ധി ഉണ്ടായി. പണം ഒത്തിരി നഷ്ടം വന്നു. പിന്നെ കടം ചോദിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയായി. അങ്ങനെ സാമ്പത്തികമായി ഭയങ്കരമായിട്ട് ഞെരുക്കം, ഓരോ ദിവസത്തെ ആക്ടിവിറ്റി പോലും മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത, പണം കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അസുഖമായി. ഭാര്യ രോഗിയായിട്ട് ആശുപത്രി കിടക്കുന്നു. അതിന് അടിയന്തരമായി ഓപ്പറേഷൻ വേണം, പൈസ ആവശ്യമുണ്ട്. കടം ചോദിച്ചാൽ ആരും കൊടുക്കത്തില്ല, കാരണം എല്ലാവർക്കും പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റിയുള്ള ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് പൈസ സമ്പാദിക്കാനും വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ വിഷമിച്ച് അദ്ദേഹം ഒരു നഗരത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു യാചകൻ അദ്ദേഹത്തെ സമീപിച്ചിട്ട് ചോദിക്കുകയാണ്, സാർ എന്തെങ്കിലും തരണം, എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമായി. അപ്പോൾ അദ്ദേഹം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം ശരിയായിട്ട് കഴിച്ചിട്ടില്ല. അദ്ദേഹം ഈ യാചകനേക്കാൾ വലിയ ദുരന്തത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യമാണ് പെട്ടെന്ന് വന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ, എനിക്ക് ഉറങ്ങാനും കഴിയുന്നില്ല, ഒന്നിനും കഴിയുന്നില്ല എന്നും പറഞ്ഞ് അദ്ദേഹം ചൂടായി ദേഷ്യപ്പെട്ട് നടന്നകന്നു. പക്ഷേ നടന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാൻ ഈ ചെയ്തത് ശരിയാണോ? ഈ യാചകൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് അയാൾ ചോദിച്ചു, അയാളോട് ഞാൻ പ്രതികരിച്ചത് ശരിയായില്ലല്ലോ, ഞാൻ ദേഷ്യപ്പെട്ടത് ശരിയാണോ, എൻ്റെ മനസ്ഥിതി അയാൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇദ്ദേഹം തിരിച്ചു ചെന്നു, കുറ്റബോധത്തോടെ തിരിച്ചു ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഉടനെ യാചകന് കോപമാണ് ഉണ്ടായത്. അയാൾ ദേഷ്യത്തോടു കൂടി ഷർട്ട് ഉയർത്തി അയാളെ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് നോക്കൂ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടാൽ അറിഞ്ഞുകൂടെ? ഉടനെ ഒടിഞ്ഞു കിടക്കുന്ന വയറ് കണ്ടിട്ട് ഇയാൾക്ക് സഹതാപം തോന്നി. നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു. വിളിച്ചുകൊണ്ട് ഒരു ഹോട്ടലിൽ കയറ്റിയിരുത്തുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ആവശ്യം, എന്ത് ഭക്ഷണമാണ് നിങ്ങൾക്ക് ഇഷ്ടം? അല്ല, അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്ത് ഭക്ഷണം കിട്ടിയാലും ഇഷ്ടമാണ്, അങ്ങ് എന്തെങ്കിലും ഓർഡർ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം എന്തോ മസാല ദോശയോ നെയ് റോസ്റ്റോ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് ഭക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് യാചകൻ വളരെ സന്തോഷത്തിൻ്റെ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും രുചികരമായ ഭക്ഷണം കഴിക്കുന്നത്, ഇത്രയും നല്ലൊരു ഹോട്ടലിൽ കയറുന്നത് ആദ്യമായിട്ടാണ്, ഞാൻ ദൈവം അങ്ങയെ അനുഗ്രഹിക്കും. ഇത് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഈ മനുഷ്യൻ, ഈ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ആവിയായി പോയതുപോലെ അനുഭവപ്പെട്ടെന്നാണ് പറഞ്ഞത്. എന്താണ് അത്ഭുതം സംഭവിച്ചതെന്നറിയത്തില്ല. അദ്ദേഹം വളരെ സംഘർഷപൂരിതനായിട്ട് വളരെ ടെൻഷനിൽ വന്നയാൾ പെട്ടെന്ന് ഈ വാക്കുകൾ, ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ സംഘർഷ വിമുക്തനായി, സംഘർഷമെല്ലാം ആവിയായി, നിരാശയെല്ലാം ആവിയായി പോയതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞ്. അപ്പോൾ അന്ന് മുതലാണ് അദ്ദേഹം ഈ ചാരിറ്റിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിൻ്റെ ഒരു ഔഷധ ഗുണം അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്ര വശം മനസ്സിലാക്കിയത്. അദ്ദേഹം ഇന്നും ചാരിറ്റബിൾ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു ചാരിറ്റബിൾ സംഘടന സ്ഥാപിച്ചു. അതിൻ്റെ മുഖ്യ പ്രവർത്തകനായിട്ട് ഇപ്പോഴും അദ്ദേഹം അതിൻ്റെ പ്രയോജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പിന്നീട് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുകയും അദ്ദേഹം സ്ഥിരം ഒരു ചാരിറ്റബിൾ പ്രവർത്തകനായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് നമ്മളെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും വീട്ടിലൊരു യാചകൻ വരുമ്പോൾ അയാൾക്ക് കൂടിയാൽ 1 രൂപ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കുകയാണ് പതിവ്. അപ്പോൾ നമ്മുടെ ഒരു ഓണത്തിൻ്റെ ദിവസമോ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ദിവസമോ എത്രയോ പൈസ നമ്മൾ ദൂർത്തടിച്ച് കളയുന്നു. എന്നാൽ ഒരു അല്പം എമൗണ്ട് ഈ പ്രത്യേക ദിവസം കൂടുതൽ കൊടുക്കാമെന്ന് ആരും വിചാരിക്കുന്നില്ല. പക്ഷേ ഇത് കൊടുത്താലുണ്ടാകും, നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചാരിറ്റബിൾ ആയിട്ടുള്ള ആക്ട് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയോജനത്തെപ്പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടും അതുകൊണ്ടുണ്ടാകുന്ന ആത്മീയ പ്രയോജനങ്ങളെപ്പറ്റി
ആത്മീയ മനഃശാസ്ത്ര പ്രയോജനങ്ങളെപ്പറ്റി ഗ്രഹിക്കാത്തതുകൊണ്ടുമാണ് ഇതിനൊക്കെ ആളുകൾ മടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ, മറ്റു കുട്ടികളിലും ഇത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും ഈ പാതയിലേക്ക് വരും. അതുപോലെ കുട്ടികൾ മാതാപിതാക്കളെയാണ് മാതൃകയായിട്ട് കാണുന്നത്. നമ്മൾ എങ്ങനെ യാചകരോട് പെരുമാറുന്നു, ദോഷിപ്പെടുകയും ആട്ടി ഓടിക്കുകയും ചെയ്യുവാണെങ്കിൽ കുട്ടികളും അത് തന്നെ ആവർത്തിക്കും. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്, നമ്മുടെ അച്ഛനും അമ്മയുമുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയോട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് കുട്ടികൾ നമ്മളോട് പിന്നീട് പെരുമാറുന്നത്. അപ്പോൾ വാർദ്ധക്യത്തിൽ കുട്ടികൾ നമ്മളെ ബഹുമാനിക്കുന്നില്ല, നമ്മളോട് സ്നേഹപൂർവ്വം പെരുമാറുന്നില്ല, നമ്മളെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പരാതി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ ഈ വ്യക്തി തൻ്റെ സ്വന്തം അച്ഛനോടും അമ്മയോടും എങ്ങനെ പെരുമാറി എന്നുള്ളത് മറ്റേ കുട്ടി അയാളുടെ കുട്ടി കണ്ടുപിടിച്ചതാവാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോട് കാരുണ്യപൂർവ്വം പെരുമാറിക്കഴിഞ്ഞാൽ നമ്മളോട് നമ്മുടെ കുട്ടികൾ കാരുണ്യപൂർവ്വം പെരുമാറും എന്നുള്ള വിശ്വാസം വേണം. അതുപോലെ അവരോട് മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളും ഇത് കണ്ടാണ് പഠിക്കുന്നത്, അവരും കാരുണ്യമില്ലാത്തവരായി തീരും എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഒരു അനുഭവം കൂടി ഞാൻ പറയാം. അതായത് ഒരു കുട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ കുട്ടിക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, സാമ്പത്തികമായിട്ട് നല്ല മെച്ചപ്പെട്ട കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ബദാം പരിപ്പ്, കശുവണ്ടിപ്പരിപ്പ് അങ്ങനെ വിലയേറിയ സാധനങ്ങളൊക്കെയാണ് കൊടുത്തു വിട്ടത്. നിൻ്റെ ആരോഗ്യം നോക്കണം, ഇതൊക്കെ ഭക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അമ്മ ചോദിക്കുന്നു, നീ എന്താണ് ഭക്ഷണം എല്ലാം കഴിച്ചില്ലേ എന്ന് ചോദിച്ചു. അത് ഞാൻ കൂട്ടുകാർക്ക് കൊടുത്തു എന്ന്, എല്ലാവരും കൂടിയാണ് കഴിച്ചെന്ന് പറഞ്ഞു. ഉടനെ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? എടാ മണ്ട, ഇത്രയും പൈസ മുടക്കി ഈ ബദാമും ഈ കശുവണ്ടിയൊക്കെ മേടിച്ച് തരുന്ന എല്ലാവർക്കും കൂടെ കൊടുക്കാനാണോ? ഇത് നിനക്ക് കഴിക്കാൻ, നിൻ്റെ ആരോഗ്യത്തിനാണ്. ഇത്രയും പൈസയൊന്നും മുടക്കി അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല, എല്ലാവർക്കും കൊടുക്കാൻ പറ്റും, നിൻ്റെ ഒരു പരിപാടി, ഇതൊന്നും ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ശകാരിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ എന്തായിത്തീരും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരുണ്യം എന്ന വികാരം ആ കുട്ടിയിൽ അങ്കുരിച്ചപ്പോൾ ആ കാരുണ്യ എന്ന വികാരം നുള്ളിക്കളയുന്ന അമ്മ ഈ കാരുണ്യത്തിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയാതാവുന്നു. കാരണം കുട്ടി ഒരിക്കലും കരുണ ഉള്ളവനാകത്തില്ല. കുട്ടിയെ സ്വന്തം അമ്മയോട് കാരണം കാണിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഈ ബാലപാഠങ്ങളായിരുന്നു എന്ന് അമ്മ പിന്നീട് ഓർക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. കാരുണ്യ പ്രവർത്തികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികളെ കുട്ടികൾ കാരുണ്യ മനോഭാവം വളർത്താൻ ശ്രമിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇന്ന് നമുക്കുണ്ടാകുന്ന സമൂഹത്തിലുണ്ടാകാൻ പോകുന്ന സാമൂഹ്യ ബന്ധങ്ങൾ വരെ പ്രശ്നങ്ങളിലായിത്തീരുമെന്നുള്ളതാണ്. സർ, ഈ കാരുണ്യഭാവം വളർത്തിയെടുക്കാൻ പ്രത്യേകിച്ച് കുട്ടികളിൽ തൊട്ട് മുതിർന്നവർ വരെ ഈ ഭാവത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്, അതിൻ്റെ അഭാവം ഇപ്പോൾ ധാരാളമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കാരുണ്യ സ്വഭാവം വളർത്തിയെടുക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. പണ്ടൊക്കെ ഈ കുട്ടികളിൽ ധീരതയും കാരുണ്യഭാവവും ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങളൊക്കെ വളർത്തിയെടുത്തത് എങ്ങനെയായിരുന്നു? മുത്തശ്ശിമാർ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഓർമ്മയില്ല, ഇപ്പം മുത്തശ്ശിമാരില്ല, കഥകളുമില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കഥകൾ വാങ്ങിക്കൊടുക്കുകയും കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ഇപ്പോൾ സിബിയുടെയൊക്കെ കഥകൾ, ഒരു പ്രാവ് വന്ന് മടിയിലിരുന്നു, സിബി ചക്രവർത്തിയുടെ മടിയിരുന്നു, അങ്ങനെയുള്ള കഥകളൊക്കെ കാര്യം. അപ്പോൾ സ്വന്തം അതിന് ഭക്ഷണമായിട്ട് സ്വന്തം ശരീരത്തിൻ്റെ മാംസം മുറിച്ചു കൊടുത്ത കഥകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കഥകളൊക്കെ കുട്ടികളെ കേൾപ്പിച്ച് കഴിയുമ്പോൾ കാരുണ്യ പ്രവൃത്തികളുടെ മഹത്വം, അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക, അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിപ്പിക്കുക, അങ്ങനെയുള്ള മാതൃകകൾ മാതാപിതാക്കൾ കാണിക്കുക. മദർ തെരേസയുടെയും അങ്ങനെ കാരുണ്യ പ്രവർത്തികളിൽ മുഴുകുന്ന ആളുകളുടെയും അനുഭവങ്ങളും വീഡിയോകളും ഒക്കെ അവരെ ഇട്ട് മനസ്സിലാക്കി കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ പ്രയോജനം ഉണ്ടാകും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കുട്ടികളെ കാരുണ്യമുള്ളവരായി വളർത്തുമ്പോൾ അവർ നമ്മളോട് പിന്നീട് കാരുണ്യം ചെയ്യുകയും നമ്മൾ വാർദ്ധക്യത്തിൽ കഴിയുമ്പോൾ അവർ നമ്മളെ സഹായിക്കാനായിട്ടും ദയാപൂർവ്വം നമ്മളെ വീക്ഷിക്കാനായിട്ടും തയ്യാറാവും. അല്ലാത്ത പക്ഷം അവരെ സ്വാർത്ഥരായിട്ട് വളർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവരിൽ നിന്നുണ്ടാകുന്ന അനുഭവം വളരെ തിക്തമായിരിക്കും. നമ്മൾ പ്രായമായി കഴിയുമ്പോൾ വാർദ്ധക്യത്തിൽ നമ്മൾ ദുഃഖിതനായി അതുപോലെ നിരാശനായി നമ്മുടെ കുട്ടികളെപ്പറ്റി ഓർത്ത് വിലപിക്കേണ്ടിയും വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മാതൃകകൾ കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുക, കഥകൾ ഉണ്ടാക്കി കൊടുക്കുക, ഇതിൻ്റെ പ്രയോജനങ്ങൾ, മനഃശാസ്ത്രപരമായ പ്രയോജനങ്ങളെ പറ്റിയുള്ള ഈ അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതുപോലുള്ള പ്രഭാഷണങ്ങളിലും ട്രെയിനിങ് പ്രോഗ്രാമുകളിലും ഒക്കെ പങ്കെടുപ്പിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതുപോലെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്ന കാര്യം ഷെയർ ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. മറ്റുള്ളവർക്ക് ഇല്ലാത്തപ്പോൾ കൊടുക്കുക. നമുക്കുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ ആ അമ്മ ആ കുട്ടിയെ ശകാരിച്ചതുപോലെ ശകാരിക്കാതെ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊരു സന്തോഷപ്രദമായ ഒരു അനുഭവമാക്കി മാറ്റാൻ കഴിയുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ഇതാണ് ഏറ്റവും നല്ലൊരു മാർഗം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഈ ചാരിറ്റിയുടെ മഹത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ കാരുണ്യം കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒടുവിലായി സാറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മൾ കാരുണ്യം എന്ന് പറയുന്നത് വെറും ഒരു പ്രവൃത്തിയല്ല, അല്ലെങ്കിൽ വെറുതെ മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രവൃത്തിയല്ല. ഇത് ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്.
ഇത് മറ്റുള്ളവരോട് പറയേണ്ട പോലും കാര്യമല്ല. ഒരു കൈ ചെയ്യുന്ന ഉപകാരം മറു കൈ അറിയരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഷോയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവരുത്. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ വിവാഹ വാർഷികങ്ങളിൽ എന്തുമാത്രം പൈസ പൊടിപൊടിക്കുന്നു, കല്യാണങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം പൈസ പൊടിപൊടിക്കുന്നു, എത്ര ആഘോഷമായിട്ട് നടത്തുന്നു. അതിൻ്റെ ഒരു ചെറിയ അംശം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി, ഭക്ഷണം കഴിക്കാനില്ലാത്തവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം, ഇങ്ങനെ ഒരു മാതൃക ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാൻ കഴിയുമോ? സമ്പത്ത് മുഴുവൻ സന്തോഷത്തിന് വേണ്ടി വിറ്റ കഥകൾ വരെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ സമ്പത്തിലല്ല കാര്യം, ആ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് പല സമ്പന്നരും നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മളും ഈ ചാരിറ്റിയിൽ മുഴുകി കഴിയുമ്പോൾ, നമുക്ക് അതിൻ്റെ യഥാർത്ഥ അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്തിരിയില്ല. നമ്മൾ വീണ്ടും വീണ്ടും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനോട് നമ്മൾ ഒരു അഡിക്ഷൻ തന്നെ ഉണ്ടാവുന്നു. കാരണം അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും ആനന്ദവും ആ ലഹരിയും ഒരു വിവരിക്കാനാവാത്തതാണ്. അപ്പോൾ ആ ഒരു അനുഭവം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ചെയ്തു നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. അത് പ്രവർത്തിച്ച് നോക്കുന്ന എല്ലാവർക്കും അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് പിന്തിരിയാൻ സാധ്യതയുമില്ല. അപ്പോൾ അത് പ്രവർത്തിച്ച് നോക്കുക, അനുഭവിച്ച് നോക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരുണ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നാം കേട്ട് കഴിഞ്ഞു. കാരുണ്യ പ്രവർത്തികൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. കാരുണ്യം വറ്റിപ്പോകാത്ത മനസ്സുകളുടെ ഉടമകളായി നമുക്ക് ജീവിക്കാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുടർന്നും ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഉൾക്കാഴ്ച, പവർ വിഷൻ TV, പുറമറ്റം PO, തിരുവല്ല. ഫോൺ 0469 265 1920. ഇമെയിൽ info@powervisiontv.com. Power mailbox@gmail.com.